K24 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. അതിനുമുമ്പായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാം. 2, 5, 8 എക്സെട്ര ഡി ആണ് ആദ്യം പഠിച്ചത്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു x2 minus x1, 5 minus 2 is equal to 3, or d is equal to x3 minus x2. അപ്പോൾ 8 minus 5 is equal to 3. അതിനുശേഷം പഠിച്ചത് മിഡ് ടേം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ടേം പ്ലസ് ഡി ആണ് തേർഡ് ടേം, തേർഡ് ടേം പ്ലസ് ഡി ആണ് ഫോർത്ത് ടേം. അപ്പോൾ നമുക്ക് 2d is equal to 11 minus 5. അപ്പോൾ 2d is equal to 6, d is equal to 6 by 2 is equal to 3 എന്ന് കിട്ടുന്നു. റൈറ്റ് സൈഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഡി പ്ലസ് ചെയ്താൽ മതി. 5 plus 3 is equal to 8 എന്ന് കിട്ടുന്നു. ലെഫ്റ്റ് സൈഡ് ടേം കണ്ടുപിടിക്കാനായിട്ട് ഡി മൈനസ് ചെയ്താൽ മതി. 5 minus 3 is equal to 2 എന്ന് കിട്ടുന്നു. മിഡ് ടേം ഇല്ലെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് വേറൊരു മെത്തേഡ് പഠിച്ചു. x3 is equal to 5 plus 11 by 2. അപ്പോൾ 16 by 2 is equal to 8. അടുത്ത പഠിച്ചത് ഫസ്റ്റ് ടേം പ്ലസ് ഡി സെക്കൻഡ് ടേം, സെക്കൻഡ് പ്ലസ് ഡി തേർഡ് ടേം, തേർഡ് ടേം പ്ലസ് ഡി ഫോർത്ത് ടേം. അപ്പോൾ നമുക്ക് ഡി പ്ലസ് ഡി പ്ലസ് ഡി 3d is equal to 11 minus 2. 3d is equal to 9, d is equal to 9 by 3 is equal to 3. അതിനുശേഷം പഠിച്ചതാണ് 2 ടേംസ് വന്നാൽ എന്ത് ചെയ്യണം? തേർഡ് ടേം 34, സിക്സ്ത് ടേം 67. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. സ്ഥാന വ്യത്യാസം ഇൻറ്റു പൊതുവ്യത്യാസം ഈസ് ഈക്വൽ ടു പദവ്യത്യാസം. അപ്പോൾ പൊസിഷൻ നമ്മൾ മൈനസ് ചെയ്യുന്നു. 6 minus 3, അപ്പോൾ 3d ഇടുന്നു ഈസ് ഈക്വൽ ടു 67 minus 34, 33. d ഈസ് ഈക്വൽ ടു 33 by 3 ഈസ് ഈക്വൽ ടു 11 കിട്ടുന്നു. അടുത്ത പഠിച്ചത് ഈസ് 101 എ ടേം. ഏതാണ് നമ്പർ ചോദിച്ചിരിക്കുന്നത് അതിന് നമ്മൾ എക്സ് എന്ന് നെയിം ചെയ്യുക. അതിനുശേഷം x1 is equal to d is equal to 3 കിട്ടുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് നമ്മൾ സാധാരണ xn മൈനസ് x1 ആണ് എടുക്കുന്നത്. അപ്പോൾ 101 minus 2 99 കിട്ടുന്നു. ഇനി അത് മൾട്ടിപ്പിൾ ആണോ നോക്കാനായിട്ട് d കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 99 by 3 is equal to 33 എന്ന് കിട്ടുന്നു. റിമൈൻഡർ 0 കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് 101 is a term എന്ന് എഴുതാം. ഇപ്പോൾ പഠിച്ച ഫോർമുല xn മൈനസ് x1 by d ആണ്. ഇതിനോടുകൂടി 1 പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ടേംസ് കിട്ടുന്നു. നമ്പർ ഓഫ് ടേംസ് ഈസ് ഈക്വൽ ടു പദങ്ങളുടെ എണ്ണം ഈസ് ഈക്വൽ ടു xn മൈനസ് x1 by d പ്ലസ് 1, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. തന്നിരിക്കുന്ന സീക്വൻസിൽ ഫസ്റ്റ് ടേമിനെ നമ്മൾ എഫ് എന്ന് നെയിം ചെയ്തിരിക്കുന്നു. x2 കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടേമിനോടുകൂടി നമ്മൾക്ക് ഡി ആഡ് ചെയ്താൽ മതി. അതാണ് x1 പ്ലസ് ഡി, ഇതിൻ്റെ 1d. x3 is equal to തേർഡ് ടൈം കിട്ടാനായിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് ഡി പ്ലസ് ഡി, അപ്പോൾ x1 പ്ലസ് 2d. ഫോർത്ത് ടൈം കിട്ടാനായിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി. x4 is equal to x1 plus 3d. ഫോർത്ത് ടൈം കിട്ടാനായിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി. xy is equal to x1 plus 4d. ഫസ്റ്റ് ടൈം നമ്മൾ എഫ് ആയിട്ട് എഴുതിയിരിക്കുന്നത് എഫ് പ്ലസ് ഈ 4 കിട്ടുന്നത് 5 minus 1 ചെയ്യുമ്പോഴാണ്. 5 minus 1 into d. x1 f പ്ലസ് 3 കിട്ടുന്നത് 4 minus 1, അപ്പോൾ 4 minus 1 into d എന്ന് എഴുതാം. ഫസ്റ്റ് ടൈം എഫ് പ്ലസ് 2 കിട്ടുന്നത് 3 minus 1, 3 minus 1 into d. x1 f പ്ലസ് 1 കിട്ടുന്നത് 2 minus 1, 2 minus 1 into d. ഇതിൽ നിന്ന് നമുക്ക് ജനറൽ ഫോർമുല ഉണ്ടാക്കിയെടുക്കാം. x is equal to f plus n minus 1 into d. എക്സിന് സ്ഥാനത്ത് എത്ര എഴുതിയിരിക്കുന്നത്? 5. അപ്പോൾ 5 minus 1. 4 ആണ് 4 minus 1. 3 ആണ് 3 minus 1.
n ആണെങ്കിൽ n-1. ഈ ഫോർമുല പ്രത്യേകം നമ്മൾ പഠിക്കുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് x7 കണ്ടുപിടിക്കണമെങ്കിൽ f എഴുതാം, പ്ലസ് എഴുതാം, 7 - 1 അപ്പോൾ 6d is equal to f is equal to f2 ആണ്. അപ്പോൾ 2 plus 6 into d, d3 ആണ്, is equal to 2 plus 18 is equal to 20 എന്ന് കിട്ടുന്നു. 20 x7 is 20. x10 is equal to f plus 10 minus 1 അപ്പോൾ 9d. f 2 ആണ്. അപ്പോൾ 2 plus 9 into 3 is equal to 2 plus 27 is equal to 29 എന്ന് കിട്ടുന്നു. x25 is equal to f plus 25 minus 1 for 24d is equal to 2 plus 24 into 3 is equal to 2 plus 72 is equal to 74 എന്ന് കിട്ടുന്നു. xn is equal to f plus n minus 1 into d and x എഴുതി f എഴുതി plus d into n dn minus 1 into d d xn എഴുതാം, dn ആദ്യം എഴുതാം, ബാക്കി f ഉണ്ട്, ഇവിടെ മൈനസ് d ഉണ്ട്, ബ്രാക്കറ്റിൽ എഴുതാം. xn is equal to dn plus f minus d എന്നുള്ള ഫോർമുലയാണ് ആൾജിബ്ര ഓഫ് അർത്ഥമെറ്റിക് സീക്വൻസിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. സമാന ശ്രേണികളുടെ ബീജഗണിതം എഴുതാനായിട്ട് ഉപയോഗിക്കുന്ന ഫോർമുലയാണ് xn is equal to dn plus f minus d. ഇനി നമുക്ക് ചില എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സീക്വൻസ് 3, 5, 7 അതിൻ്റെ ഓൾജിബ്രയിൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, ബീജഗണിത രൂപം കണ്ടുപിടിക്കണം. അതിനായിട്ട് x1 is equal to f is equal to 3, d is equal to 5 minus 3 is equal to 2. ഫോർമുല എഴുതാം. ഓർഗനൈസേഷൻ xn is equal to dn plus f minus d. d 2 ആണ്. 2 എഴുതാം, n എഴുതാം, പ്ലസ് എഴുതാം, ബ്രാക്കറ്റ് f ഫസ്റ്റ് ടൈം 3 minus d 2 is equal to 2n plus 1. ഇത് an plus b എന്നുള്ള ഫോർമുല അനുസരിച്ചായിരിക്കും കിടക്കുന്നത്. an plus b, a എന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ, അതിനുശേഷം n ഉണ്ടാവും, പ്ലസ് പിന്നെ നമ്പർ ഉണ്ടാവും. അപ്പോൾ an plus b ഫോർമുല ആണെന്ന് പറയും. അടുത്ത നോക്കാം. x1 is equal to f is equal to 8, d is equal to 11 minus 8 is equal to 3. Formula algebraic expression xn is equal to dn plus f minus d, d 3 n plus f first term 8 minus d 3 is equal to 3n plus 5. അത് an plus b എന്നുള്ള ഫോർമുല കിടക്കുന്നത്. അടുത്ത x1 is equal to f is equal to 2, d is equal to 5 minus 2 is equal to 3. xn is equal to dn plus f minus d. d ഇവിടെ 3 ആണ്, 3 എഴുതാം, n എഴുതുക, പ്ലസ് എഴുതുക, ഫസ്റ്റ് ടൈം 2 minus 3. 3 ഇറക്കി എഴുതുന്നു, പ്ലസ് എഴുതുന്നു, ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണ്, ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 1 കിട്ടും, വലുത് 3 ആണ്, 3യുടെ സൈൻ നെഗറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് 3n പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് 1.
x1 is equal to f is equal to 1, d is equal to 6 minus 1 is equal to 5, b the group xn is equal to dn plus f minus d is equal to t5 for 5n plus first term 1 minus d5. 5 എഴുതാം പ്ലസ് എഴുതാം ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആണ് അപ്പോൾ ഫൈൻഡ് ദ ഡിഫറൻസ് ഇപ്പോൾ 4 കിട്ടും എന്നിട്ട് വലുതിൻ്റെ സൈൻ 5 ആണ് വലുത് വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ് ബ്രാക്കറ്റ് എഴുതാം 5 എഴുതാം പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് 4 ഇത് എ പ്ലസ് ബി എന്ന ഫോർമുല അനുസരിച്ച് ചേർക്കുന്നത് ഇവിടെ എയുടെ വില 2 ബിയുടെ വില 1 ഇവിടെ എയുടെ വില 3 b 5 ഇവിടെ a is equal to 3 b is equal to negative 1 a is equal to 5 b is equal to negative 4 x1 is equal to f is equal to 1 d is equal to 11 minus 1 is equal to 10 algebraic expression xn is equal to dn plus f minus d is equal to d10 but 10n plus first term 1 minus 10 എഴുതാം പ്ലസ് എഴുതാം ബ്രാക്കറ്റിൽ ഡിഫറൻസ് വന്നതിന് ആംഗിൾ കിട്ടും വലുതിൻ്റെ സൈൻ നെഗറ്റീവ് ആണ് അപ്പോൾ നെഗറ്റീവ് എഴുതാം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം അപ്പോൾ 10n പോസിറ്റീവ് നെഗറ്റീവ് നെഗറ്റീവ് 9 എഴുതാം ഇവിടെ എയുടെ വാല്യൂ 10 b നെഗറ്റീവ് 9. ഇനി നമുക്ക് നാച്ചുറൽ നമ്പറിൻ്റെ എണ്ണൽ സംഖ്യയുടെ ആൾജിബ്ര കണ്ടുപിടിക്കാം 1 2 3 etc. x1 is equal to f is equal to 1, d is equal to 2 minus 1 is equal to 1, xn is equal to dn plus f minus d is equal to 1n plus first term 1 minus d 1 is equal to 1n. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി പ്ലസ് മൈനസ് ചെയ്യുമ്പോൾ 0 കിട്ടും is equal to n. ഇനി നമുക്ക് ഈവൻ നമ്പേഴ്സ് നോക്കാം 2 4 6 etc. First term f is equal to 2, d is equal to 4 minus 2 is equal to 2, xn is equal to dn plus f minus d is equal to 2n plus 2 minus 2 is equal to 2n plus 0 is equal to 2n. ഇനി ഓഡ് നമ്പേഴ്സ് നോക്കാം 1 3 5 etc. First term f is equal to 1, d is equal to 3 minus 1 is equal to 2. Algebraic expression x is equal to dn plus f minus d is equal to 2n plus f first term 1 minus d 2 is equal to 2n plus negative 1 is equal to 2n minus 1. അപ്പോൾ നാച്ചുറൽ നമ്പറിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ n, ഈവൻ നമ്പറിൻ്റെ 2n, ഓഡ് നമ്പറിൻ്റെ 2n minus 1. Page number 24 first question. The 8th term of actual sequence is 12. സമാന ശ്രേണിയിലെ 8 12 x8 is equal to 12 and 12th term is 8. x12 is equal to 8. 8th term is 12, 12th term is 8. ഇവിടുത്തെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി പോവുക
d is equal to -1 ആയിരിക്കും. 8th ടേം 12, 12th ടേം 8. ഫോർമുല നമുക്കറിയാം, 2 ടേംസ് വന്നിരിക്കുകയാണ്. പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ്. പൊസിഷൻ ഡിഫറൻസ് സ്ഥാന വ്യത്യാസം കണ്ടുപിടിക്കാം. 12 minus 8. 12 minus 8 into common difference അറിയില്ല, but d is equal to term difference 8 minus 12. 12 minus 8 4. d is equal to, find the difference 4. വലുതിന്റെ സൈൻ എഴുതണം. 12 വലുത്, വലുതിന്റെ സൈൻ നെഗറ്റീവ് ആണ്, -4. 4 into d ആണിത്. അപ്പോൾ d is equal to 94 വർക്ക് എഴുതാം, into 4 ഡിവിഷൻ ആയി തീരും, is equal to -1. നമ്മളുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. xn is equal to dn plus f minus d. ഇവിടെ d അറിയാം, f അറിയില്ല. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടൈം കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാവുന്നത് x8 ആണ്. അപ്പോൾ x8 is equal to 12, x1 is equal to x8 minus 8 minus 1, 7d is equal to 12 minus 7 into d, 91 is equal to 12, 1980 positive 7 is equal to 19. ഫസ്റ്റ് ടൈം കിട്ടി, ഡിയും കിട്ടി. ഇനി ഓൾജിബ്രിക് എക്സ്പ്രഷൻ ബീജഗണിത രൂപം xn is equal to dn plus f minus d എഴുതാം, is equal to d -1 n plus f 19 minus d, d -1, so -1 is equal to 1 എഴുതേണ്ട ആവശ്യമില്ല, അപ്പം -n plus 19, 1880 positive 1 is equal to -n plus 20. അതിനെ റീഅറേഞ്ച് ചെയ്ത് 20 ആദ്യം എഴുതാം, -n എഴുതാം.